ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഉണക്ക ചെമ്മീൻ തോരൻ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. ഉണക്ക ചെമ്മീൻ തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സൈസാണ്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി ഇതിലുള്ള പൊടിയും അതുപോലെ കല്ലോ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാക്കൂട്ട് അരച്ചെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിനോടൊപ്പം 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ചേർക്കാം. ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതെല്ലാം മിക്സറിൻ്റെ ചെറിയ ജാറിൽ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഏറ്റവും ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. വെളിച്ചെണ്ണ, കടുക്, വറ്റൽ മുളക്, അതുപോലെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ്, അതെടുക്കാം. എരിവുള്ള 2 പച്ചമുളകും, 3 വലിയ വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, പാകത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് സവാള, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് സവാളയോ ചെറിയ ഉള്ളിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഈ സവാള ഈ ഒരു ഓയിലിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട തേങ്ങാക്കൂട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെള്ളം തോരാൻ വച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒരു ഉണക്ക ചെമ്മീനും സവാളയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉണക്ക ചെമ്മീനിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നത്. ഇനി ഇതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണക്ക ചെമ്മീനിലേക്ക് നന്നായിട്ട് ചൂട് കയറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർക്കാം. ഈ ഒരു ടൈമിൽ നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല. ഈ തേങ്ങാക്കൂട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ആ സെയിം ബൗളിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ചേർക്കേണ്ട. ഇനി ഈ ഉണക്ക ചെമ്മീനിൽ നിന്നും വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇനി ഈ തേങ്ങാക്കൂട്ടും ഉണക്ക ചെമ്മീനും ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് വേവണം. അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ തേങ്ങാക്കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഈ തേങ്ങാക്കൂട്ടും ഉണക്ക ചെമ്മീനും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പോ എരിവോ ഒക്കെ ഒന്ന് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒരു ഉണക്ക ചെമ്മീൻ തോരൻ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഉണക്ക ചെമ്മീൻ തോരൻ ഇവിടെ റെഡിയായി. വളരെ ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ കപ്പയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള സ്വാദിഷ്ടമായ ഉണക്ക ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.